ദ റേപ്പ് ഓഫ് ദ ലോക്ക് അലക്സാണ്ടർ പോപ്പിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പോയമാണ്. അതിലേക്ക് പോവാം. 1712 ഫസ്റ്റ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഇൻ 2 cantos ആൻഡ് എക്സ്പാൻഡഡ് വേർഷൻ 1714 5 cantosലാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. മോക്ക് എപ്പിക് സാറ്റയർ ആണ് ജോൺറ്. ഹീറോയിക് കപ്ലെറ്റ്സ് ഉണ്ട്. റൈംഡ് അയാംബിക് പെന്റാമീറ്റർ. 18th century അരിസ്റ്റോക്രാറ്റിക് ലണ്ടൻ ആണ് സെറ്റിംഗ്. ഈ റേപ്പ് ഓഫ് ലോക്ക് എന്ന് പറയുന്ന ഒരു സറ്റയറിക്കൽ പോയമാണ്. ഒരു ട്രിവിയൽ സോഷ്യൽ സ്കാൻഡൽ, ദ കട്ടിംഗ് ഓഫ് എ ലോക്ക് ഓഫ് വുമൻസ് ഹെയർ ഇൻ ടു ഗ്രാൻഡോയിസ് എപ്പിക് ഫിൽഡ് വിത്ത് സൂപ്പർ നാച്ചുറൽ ബീയിങ്സ് ആൻഡ് ഹീറോയിക് കൺവെൻഷൻസ്. എന്തിനാണ് ഈ പോയം എഴുതിയിരിക്കുന്നത്? ടു മോക്ക് ദ വാനിറ്റി ആൻഡ് സൂപ്പർഫിഷ്യാലിറ്റി ഓഫ് അപ്പർ ക്ലാസ്സസ്. സ്റ്റൈൽസ് ആൻഡ് ടെക്നിക്സിലേക്ക് പോവാം. ഹീറോയിക് കപ്ലെറ്റ്സ് ആണ്. റൈംഡ് പെയർ ഓഫ് അയാംബിക് പെന്റാമീറ്റർ ലൈൻസ്. മോക്ക് എപ്പിക് ഡിവൈസസ്, ഇൻവൊക്കേഷൻ ഓഫ് ദ മ്യൂസ്, സൂപ്പർ നാച്ചുറൽ മെഷീനറി ലൈക്ക് sylphs, genomes, etc. Epic similes and catalogs. Elevated language for trivial events. Satirical tone ആണ്. Irony and wit used to criticize upper class society. സമ്മറിയിലേക്ക് പോകാം. Canto 1, The Morning Ritual. ഈ പോയം ഓപ്പൺ ചെയ്യുന്നത് വിത്ത് മ്യൂസ് ലൈക്ക് ഇൻവൊക്കേഷൻ ആണ്, പാരഡിയും ക്ലാസിക്കൽ എപ്പിക്സ്. ബെലിൻഡ ഒരു ബ്യൂട്ടിഫുൾ ഹീറോയിൻ ആയിരുന്നു. അവർ ഉറക്കത്തിൽ നിർണ്ണയിക്കുന്നത് ഹാവിംഗ് ബീൻ വാൺ ഇൻ എ ഡ്രീം, ഒരു ഡ്രീം ഫോമിൽ വന്ന വാണിംഗ് ആണ്. ബൈ ഹർ സെൽഫ് ഗാർഡിയൻ ഏരിയൽ. എന്താണ് അന്നത്തെ ദിവസം അവരെ ഒരു ഡിസാസ്റ്ററിൽ, അവരുടെ ലൈഫിൽ അന്നത്തെ ദിവസം ഒരു ഡിസാസ്റ്റർ ഉണ്ടാകുന്ന ബെല്ലിന്റെ വാൺ ചെയ്തുകൊണ്ടൊരു ഡ്രീം വന്നിരിക്കുകയാണ്. ഇത് ഡിസ്ക്രൈബ് ചെയ്യുന്നത് ബെലിൻഡയുടെ മോർണിംഗ് റൊട്ടീൻ ആണ്, ആസ് ഇഫ് പ്രിപ്പയറിംഗ് ഫോർ എ ബാറ്റിൽ. അപ്പം കോസ്മെറ്റിക്സിനെ ആക്സസറീസിനെ കുറിച്ചൊക്കെ ഭയങ്കര ഹൈ ലെവലിൽ പറഞ്ഞ് ആസ് ഇഫ് പ്രിപ്പയറിംഗ് ഫോർ എ ബാറ്റിൽ, അവരൊരു ബാറ്റിലിന് പോകുന്ന പോലെയാണ്, അല്ലെങ്കിൽ ആക്സസറീസിനെ കോസ്മെറ്റിക്സിനെ വെപ്പൺസ് ആൻഡ് ആർമർ ആയിട്ടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്. Canto 2, The Boat Ride and the Plan. ബെലിൻഡ ബോട്ട് വഴി ട്രാവൽ ചെയ്യാണ് ടു എ സോഷ്യൽ ഗ്യാതറിംഗ് ഓൺ ദ തേംസ്, അഡ്മയർഡ് ബൈ മെനി. അതിൻ്റെ ഒരാളാണ്, ഈ അഡ്മയറേഴ്സിൻ്റെ ഒരാളാണ് ബേരൺ, എ ഫോപ്പിഷ് അരിസ്റ്റോക്രാറ്റ് ഹൂ ഇസ് ഒബ്സസ്ഡ് വിത്ത് ഒബ്റ്റെയിനിങ് എ ലോക്ക് ഓഫ് ബെലിൻഡാസ് ഹെയർ. അപ്പോൾ ബെലിൻഡയുടെ ഒരു ലോക്ക് ഓഫ് ഹെയർ വേണമെന്ന് ഒബ്സസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു അഡ്മയറർ ഉണ്ട്, ബാരൺ. He builds an altar to love with past love letters and hairpins as offerings and prays to God of love to grant his wish. Ariel, sensing danger, assigns protective sylphs to guard every part of Belinda, but she laments that if she secretly desires the Baron's attentions, no force can protect her. അപ്പോൾ ഏരിയൽ ഈ ബേരൻ്റെ ഒബ്സഷൻ മനസ്സിലാക്കിക്കൊണ്ട് സിൽവ്സിനെ അസൈൻ ചെയ്യാണ് ടു ഗാർഡ് എവറി പാർട്ട് ഓഫ് ബെലിൻഡ. പക്ഷേ സംശയമാണ്, ബെലിൻഡയ്ക്കും ഈ ബാരനെ ഇഷ്ടമാണെങ്കിൽ പിന്നെ നോ ഫോഴ്സ് ക്യാൻ പ്രൊട്ടക്ട്. Canto 3, The Offense. ഈ ഹാംപ്ടൺ കോർട്ട് പാലസിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഗ്യാദറേഴ്സ് ഉണ്ടായിരുന്നു. where they play ഒരു കാർഡ് ഗെയിമാണ്, ഇൻ എ മോക്ക് ബാറ്റിൽ ഫീൽഡ് വിത്ത് എക്സാജറേറ്റഡ് ലാംഗ്വേജ്. ഈ ബെലിൻഡ ഈ ഗെയിമിൽ ജയിക്കുകയാണ്. ദ ബാരൻ ടേക്സ് ഹിസ് ചാൻസ്. മിസ്റ്റീരിയസ് ജനോം ഉണ്ടായിരുന്നു, ക്ലാരിസ എന്ന് പറഞ്ഞിട്ട്, ആൻഡ് വിത്ത് ഇറ്റ്സ് ഹെൽപ്പ് ഹു ലെൻസ് ഹിം സിസേഴ്സ് ഹി കട്ട്സ് ഓഫ് എ ലോക്ക് ഓഫ് ബെലിൻഡാസ് ഹെയർ. ബെലിൻഡയുടെ ഒരു ലോക്ക് ഓഫ് ഹെയർ ബാരൻ കട്ട് ചെയ്തെടുക്കുകയാണ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ക്ലാരിസ. ഈ സിൽവ്സ് ഇയാളെ സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നടക്കുന്നില്ല. They fail to stop him. Ariel retreats after sensing Belinda may have had secret romantic feelings. Belinda outraged ആവുകയാണ് and her distress is portrayed with epic gravity. Canto അതാണ് the rape of the lock of hair. Canto 4, Lament and genome intervention. Belinda lament ചെയ്യാണ് the loss of honor symbolized by her lock. അപ്പം ഇവിടെ അവരുടെ ഹെയർ അല്ലെങ്കിൽ ലോക്ക് ഓഫ് ഹെയർ symbolizes her honor. അപ്പം she laments the loss of her honor. ഈ വേറൊരു ജനമുണ്ട്, അംബ്രിയൽ എന്ന് പറയുന്നത്. അംബ്രിയൽ descends into the cave of spleen, where spleen represents irrational emotions and melancholy. അപ്പോൾ spleen എന്നുള്ള ഒരു സാധനം represents irrational emotions and melancholy. He collects a bag of sighs, sobs and hysterics and releases them all over Belinda, amplifying her grief. അപ്പോൾ ഈ ബെലിൻഡയുടെ അവരുടെ ഓണർ നഷ്ടപ്പെട്ടുള്ള ഗ്രീഫിലിരിക്കുന്ന ബെലിൻഡയുടെ പുറത്തോട്ട് ഒരു ബാഗ് ഓഫ് സൈസ്, സോപ്സ് ആൻഡ് ഹിസ്റ്ററിക്സ് ആഡ് ചെയ്യുകയാണ്. Canto 5, Resolution and Apotheosis. ഒരു മോക്ക് എപ്പിക് ബാറ്റിൽ ഓഫ് സെക്സസ് ഇൻസസ്, വെർബൽ ഡ്യുവൽ ബിറ്റ്വീൻ ബെലിൻഡ ആൻഡ് ബാരൻ. അപ്പോൾ ബെലിൻഡയും ബാരൻ തമ്മിലൊരു മോക്ക് എപ്പിക് ബാറ്റിൽ നടക്കുകയാണ്. ക്ലാരിസ urges ബെലിൻഡ ടു വാല്യൂ ഗുഡ് സെൻസ് ഓവർ ബ്യൂട്ടി, ബട്ട് ദ റീസണബിൾ വേർഡ്സ് ഇസ് ലാർജ്ലി ഇഗ്നോർഡ്. അപ്പോൾ ക്ലാരിസ ബെലിൻഡയെ മനസ്സിലാക്കുകയാണ് ടു വാല്യൂ ഗുഡ് സെൻസ് ഓവർ ബ്യൂട്ടി. ബ്യൂട്ടി അല്ല വലിയ കാര്യം, പക്ഷെ ബെലിൻഡയ്ക്ക് അവരുടെ ഹെയർ, ലോക്ക് ഓഫ് ഹെയർ ഈസ് ലൈക്ക് ഓണറുമായിട്ട് വലിയൊരു കണക്ഷൻ ഉണ്ട് ഇവർക്ക്, ഈ ലോക്ക് ഓഫ് ഹെയറുമായിട്ട്. പക്ഷേ ആസ് യൂഷ്വൽ റീസണബിൾ ആയിട്ടുള്ള കാര്യം ഇഗ്നോർ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ബെലിൻഡ യൂസസ് എ സ്നഫ്
pinch and a sharp look to vanquish the Baron. ഈ ഒരു stolen lock of hair disappear ചെയ്യാണ് mysteriously and Pope jokingly suggests it has ascended to the heavens, becoming a star. ഈ ഒരു poem end ചെയ്യുന്ന with a pseudo epic apotheosis of the lock, mocking the elevated status given to such a trivial incident. അപ്പോൾ വളരെ ട്രിവിയൽ ആയിട്ടുള്ള ഇൻസിഡന്റ് ആണ് ഈ ലോക്ക് ഓഫ് ഹെയർ മുറിച്ച് കളയുക എന്നുള്ളത്. അത് ഫുൾ ഹെയർ എന്നല്ല, ലോക്ക് ഓഫ് ഹെയർ. പക്ഷെ ബെലിൻഡയ്ക്ക് അത് അവരുടെ ഓണറിന്റെ ഒരു ഭാഗമാണ്. സോ അതാണ് ടൈറ്റിലിന്റെ സിഗ്നിഫിക്കൻസ്, ദ റേപ്പ് ഓഫ് ദ ലോക്ക്. ക്യാരക്ടർ സ്കെച്ചിലേക്ക് പോകാം. ബെലിൻഡ based on Arabella Ferber, ഒരു റിയൽ ലൈഫ് ഇൻസ്പിറേഷൻ ആണ് ഈ ക്യാരക്ടർ. ബ്യൂട്ടിഫുൾ, ഗ്രേസ്ഫുൾ ആൻഡ് ഫാഷനബിൾ. ഐഡിയലിസ്റ്റ് അരിസ്റ്റോക്രാറ്റിക് വുമണിനെ സിംബലൈസ് ചെയ്യുന്നതാണ് ബെലിൻഡ. എലഗന്റ് യെറ്റ് ഫ്രീവോലസ്. Exaggerated reaction on the loss of hair reveals society's obsession with image. അപ്പോൾ അന്നത്തെ കാലത്ത് അല്ലെങ്കിൽ ഇന്നത്തെ കാലത്തും അങ്ങനെ തന്നെയാണ്, സൊസൈറ്റിക്ക് ഒരു ഇമേജുമായിട്ടൊരു ഒബ്സഷൻ ഉണ്ട്. അപ്പോൾ അതിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്ന ബെലിൻഡ. ദ ബാരൻ ഫൂളിഷ് ആൻഡ് ദ ഫോപ്പിഷ് മെയിൽ അരിസ്റ്റോക്രാറ്റ് ആണ്. ഹി ഡിസേർവ്സ് ടു സ്റ്റീൽ എ ലോക്ക് ഓഫ് ഹെയർ ഇസ് കോമിക്കലി പ്രസന്റഡ് ആസ് എ ഗ്രാൻഡ് ഹീറോയിക് ആക്ട്. വളരെ സിമ്പിൾ ആയിട്ടൊരു കാര്യമാണ്, മുടിയുടെ കുറച്ച് ഭാഗം മുറിച്ച് മാറ്റുക. ദാറ്റ് ഇസ് പ്രസന്റഡ് ആസ് എ ഗ്രേറ്റ് ഗ്രാൻഡ് ഹീറോയിക് ആക്ട്. Ironically hero in language but petty in purpose. ഏരിയൽ ഈ സിൽവസിന്റെ ചീഫാണ്, എ ഗാർഡിയൻ സ്പിരിറ്റ്. ആർട്ടിഫിഷ്യൽ ഗ്ലിറ്ററിംഗ് പ്രൊട്ടക്ടേഴ്സ് ഓഫ് ബെലിൻഡസ് വാല്യൂസിനെയാണ്, വിർച്യൂവിനെയാണ് സിംബിളൈസ് ചെയ്യുന്നത്. വിർച്യൂവും ലോക്ക് ഓഫ് ഹെയറുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ല. ബട്ട് ഏരിയൽ symbolizes the artificial glittering protectors of Belinda's virtue, ultimately powerless in the face of human emotion. Clarissa, the poem's brief voice of reason and moral insight. Beauty fades and virtue is more important. Beauty എന്നതേക്ക് ഉണ്ടാവുന്നതല്ല, but virtue is more important എന്ന് സജസ്റ്റ് ചെയ്യുന്ന ആളാണ് ക്ലാരിസ. Ironically ignored by all characters, reflecting society's misplaced priorities. സൊസൈറ്റിക്ക് പ്രയോറിറ്റി എപ്പോഴും ഫിസിക്കൽ അപ്പിയറൻസിലാണ്, നോട്ട് വിർച്യൂ. Umbriel ഒരു ജിനോമാണ് who represents darker emotions like spleen and melancholy. His journey to the cave of spleen marks the epic tradition of heroic descent. Catabasis. Heroic descent Catabasis ആണ്. തീംസിലേക്ക് പോവാം. വാനിറ്റി ആൻഡ് സൂപ്പർഫിഷ്യാലിറ്റി. പോപ്പ് റെഡിക്കുലി ആണ്. The upper class obsession with appearances, status and filtration. ബെലിൻഡയുടെ ഗ്രീഫ് ഓവർ എ ലോക്ക് ഓഫ് ഹെയർ സിംബിളൈസസ് മിസ്പ്ലേസ്ഡ് പ്രയോറിറ്റീസ്. അവരുടെ പ്രയോറിറ്റി അവരുടെ ലോക്ക് ഓഫ് ഹെയറിലാണ്, അല്ലെങ്കിൽ അവരുടെ വെർച്വലല്ല. അവരുടെ ലോക്ക് ഓഫ് ഹെയറിനെ അവരുടെ ഓണറുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ് ബെലിൻഡ. ജെൻഡർ ആൻഡ് പവർ. പോയം ക്രിറ്റിസൈസസ് ദ റോൾ ഓഫ് വിമൻ ഇൻ ഹൈ സൊസൈറ്റി. അഡോർഡ് ബട്ട് ഒബ്ജക്ടിഫൈഡ്. അഡോർഡ് ആണ്, ബട്ട് ഒബ്ജക്ടിഫൈഡും ആണ്. ഓൾസോ സറ്റൈറൈസസ് മെയിൽ ഗാലൻട്രി ആൻഡ് ഫോൾസ് ഹീറോയിസം. അപ്പം ബെയറിന്റെ കോൺക്വസ്റ്റ് ഒരു ഫോൾസ് ഹീറോയിസം ആണ്. അത് വലിയ ഹീറോയിക് ആയിട്ടുള്ള കാര്യമൊന്നുമില്ല. ഒരാളുടെ ലോക്ക് ഓഫ് ഹെയർ മുറിച്ച് മാറ്റുന്നത് ഹീറോയിക് കാര്യമല്ല. പക്ഷെ ഇവിടെ അത് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. ട്രിവിയാലിറ്റി വേഴ്സസ് എപ്പിക് ട്രഡീഷൻ. Deliberately uses epic conventions, invocations, supernatural beings, elevated language. എന്തിനാണ്? ടു ഡിസ്ക്രൈബ് എ ട്രിവിയൽ സോഷ്യൽ എപ്പിസോഡ്. വളരെ ട്രിവിയൽ ആയിട്ടുള്ള കാര്യം. ക്രിയേറ്റിംഗ് ബ്രില്യൻ മോക്ക് ഹീറോയിക് ഐറണി. ഇവിടെ മോക്ക് ഹീറോയിക് ഐറണിയാണ് ഈ പോയത്തിന്റെ ബേസിസ്. Fate and free will. ഈ സിൽവ്സും സൂപ്പർനാച്ചുറൽ എലമെന്റ്സും സജസ്റ്റ് ഫേറ്റ്, ബട്ട് പോപ്പ് ഓൾസോ ഹിൻസ് അറ്റ് ഇൻഡിവിജ്വൽ ഡിസയർ ആൻഡ് വാനിറ്റി ഇൻഫ്ലുവൻസിങ് ഇവന്റ്സ്. ബെലിൻഡയുടെ സീക്രട്ട് ഫീലിംഗ്സ് ഉണ്ടാവാം പേരനോട്. Reason versus emotion. Clarissa's speech introduces a voice of reason in a world dominated by vanity and emotion, but her voice is largely ignored, satirizing social values. Thank you.